ക്രോഷ്യ ബേസിക്സ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. നമ്മളിതിനകത്ത് സ്റ്റിച്ചസ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോന്നുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അക്രിലിക് യാണും പിന്നെ ഒരു 4.5 മില്ലിമീറ്ററിൻ്റെ ഹുക്കും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യാണും ഹുക്കും എടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചസ് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഹുക്ക് പിടിക്കേണ്ട പൊസിഷൻ പറഞ്ഞു തന്നിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. ഒന്നെങ്കിൽ നൈഫ് പൊസിഷൻ, അതല്ലെങ്കിൽ പെൻസിൽ ഓർ പെൻ പൊസിഷൻ. യാണ് ഹോൾഡ് ചെയ്യുന്നതും പറഞ്ഞു തന്നു. കൈ കൂടെ ചുറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഇതാണ് നമ്മുടെ വർക്കിംഗ് പൊസിഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അതായത് ഈ യാൺ ചുമ്മാ എനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റില്ലല്ലോ, അതിനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. എല്ലാ വർക്കും നമ്മളൊന്നെങ്കിൽ ഒരു സ്ലിപ്പ് നോട്ട്, അതല്ലെങ്കിൽ ഒരു മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ അമിഗുറുമി പ്രൊജക്ട്സ് ഒക്കെയാണ് നമ്മൾ മാജിക് റിങ്ങിൽ, അല്ലെങ്കിൽ സർക്കുലർ പ്രൊജക്ട്സാണ് മാജിക് റിങ്ങിൽ ചെയ്യുക. അല്ലാതുള്ളതെല്ലാം നമ്മൾ സ്ലിപ്പ് നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലിപ്പ് നോട്ട് വളരെ ഈസിയാണ്. ഒരു വിരൽ അല്ലെങ്കിൽ രണ്ട് വിരൽ എടുക്കുക. ഞാനിപ്പോൾ ഒരു വിരൽ ഇങ്ങനെ എടുത്തിട്ട് ഔത്തേൽ ഈ ടെയിൽ ഒന്ന് ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ ഇങ്ങനൊരു റൗണ്ട് ലൂപ്പ് പോലെ നമ്മളത് ഫോം ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഈ എൻഡിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കെട്ട് പോലെ ഉണ്ടാക്കിയെടുക്കുക. ഈ കെട്ടിനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ രണ്ട് എൻഡും വലിച്ചാൽ ഇത് നമുക്ക് അൺഡു ചെയ്യാനും പറ്റും. ഓക്കെ. കയ്യിൽ ഇങ്ങനെ ഒന്ന് ചുറ്റുക. അതല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഒരു നോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഈ ടൈലൻ്റ് വെച്ചിട്ട് വലിച്ച് ഒരു നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇച്ചിരി വലുതായി പോയാലും കുഴപ്പമില്ല, ഒരെൻഡിൽ പിടിച്ച് വലിച്ചാൽ അത് ചെറുതാകും. ഓക്കെ, ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹുക്കിനെ എടുത്തിട്ട് ഈ ലൂപ്പിനകത്തൂടെ കയറ്റുക. എന്നിട്ട് ഇതിനെ ടൈറ്റാക്കുക. ടൈറ്റാക്കണമെങ്കിൽ രണ്ടറ്റവും കൂടെ ഇങ്ങനെ വലിച്ചാൽ മതി. ഇപ്പം നമ്മുടെ സ്ലിപ്പ് നോട്ട് ഹുക്കിൽ ടൈറ്റായിട്ടുണ്ട്. ഒത്തിരി ടൈറ്റാകാൻ പാടില്ല, എന്നാൽ ഒത്തിരി ലൂസാകാനും പാടില്ല. ഒരു ചെറുതായിട്ട് ഇത് ഈ ഹുക്കിനകത്തൂടെ നമ്മുടെ ഈ ലൂപ്പിന്, ഈ സ്ലിപ്പ് നോട്ടിന് ഓടിക്കളിക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഹെഡിന് ഇറങ്ങിപ്പോകാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുകയും വേണം. കാരണം ഇതാണ് ഹുക്കിൻ്റെ ഹെഡ്. ഈ ഹെഡിനെ ഇതിനകത്തൂടെ ഊരിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത യാൺ കൊണ്ടിട്ട്. ഓക്കെ. അത് ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. അത്രയും മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് നോട്ടിനെ കുറിച്ച്. ഫസ്റ്റ് സ്റ്റിച്ച് പഠിക്കാം. ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കിപ്പം സ്ലിപ്പ് നോട്ട് വേണം. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി യാൺ നമ്മുടെ കയ്യിൽ ചുറ്റിയിട്ട് നമ്മൾ വർക്കിംഗ് പൊസിഷൻ, ഇതാണ് എൻ്റെ വർക്കിംഗ് പൊസിഷൻ. ഹുക്ക് എൻ്റെ കയ്യിലുണ്ട്, യാൺ എൻ്റെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കിംഗ് പൊസിഷനിൽ നിന്ന്, ഇതിപ്പോൾ പാരലലായിട്ടല്ലേ ഇരിക്കുന്നത്, ഈ ഹുക്കിനെ ഞാൻ യാണിൻ്റെ ക്രോസ് ഇങ്ങനെ കൊണ്ടുവന്ന് യാണിനെ ഹുക്കിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റും. ഇതിനെ യാൺ ഓവർ എന്ന് പറയും. അതായത് യാൺ ഓവർ ദ ഹുക്ക്, ഹുക്കിൻ്റെ മുകളിൽ കൂടെ യാൺ ചുറ്റുന്നതിനെയാണ് യാൺ ഓവർ എന്ന് പറയുക. എന്നിട്ട് എൻ്റെ ഹുക്കിൻ്റെ ഹെഡ് കണ്ടോ, ഹെഡ് കൊണ്ടിട്ട് ഈ യാണിനെ കൊളുത്തി ഈ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ ഊരിയെടുക്കണം. അതാണ് ചെയിൻ സ്റ്റിച്ച്. അത്രയേ ഉള്ളൂ. ഈസിയാണല്ലോ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടൊന്നുകൂടെ കാണിച്ചു തരാം, കുറച്ചും കൂടെ ക്ലോസർ ലുക്ക് കിട്ടട്ടെ. ഓക്കെ. അതായത്
ക്രോസ് പിടിക്കുന്നു, ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോകുന്നു, യാൺ ഓവറായി. ഇതാണ് എൻ്റെ വർക്കിംഗ് യാൺ കേട്ടോ. യാൺ ബോളിലേക്ക് പോകുന്ന ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് യാൺ എന്ന് പറയുന്നത്. വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്തു. എന്നിട്ട് ഈ ഹുക്കിനെ ചെറുതായിട്ടൊന്ന് ചെരിക്കുക. ചെരിച്ചിട്ട് ഈ വർക്കിംഗ് യാണിനെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് നമ്മുടെ ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ ഇങ്ങനെ ഊരിയെടുക്കണം. അതാണ് ചെയിൻ സ്റ്റിച്ച്. ഇത് ഊരിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യാൺ ഓവർ ചെയ്തു ഹുക്ക് ഊരിയെടുക്കുമ്പം ഈ ഹുക്കിലുള്ള ലൂപ്പ് ഒത്തിരി വലുതാവരുത്. നേരത്തെ ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടപ്പോൾ പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസേ കീപ്പ് ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ സംഭവിക്കുന്നത്, നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ചെയിനിൻ്റെ ലെങ്ത്ത് കണ്ടോ വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും ആ ഒരേ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരേ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരേ ലെങ്ത്തിലുള്ള ചെയിൻസ് കിട്ടും. എപ്പോഴും ഈ പറയുന്ന പോലെ ടൈറ്റായിട്ടും എന്നാൽ ആവശ്യത്തിന് ലൂസായിട്ടും ഈ ഹുക്കിലുള്ള ലൂപ്സ് എപ്പോഴും വെക്കുക. എന്നാലേ ഒരേ ലെങ്ത്തിൽ കിട്ടത്തുള്ളൂ. യാൺ ഓവർ ചെയ്യുന്നു, ഇതിലെ ഊരിയെടുക്കുന്നു. ഇപ്പം നമ്മൾ 3 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇവിടെയാണ് എൻ്റെ കൈ കൊണ്ട് അല്ലെ എൻ്റെ വിരൽ കൊണ്ട് ഈ യാണിനെ പിടിച്ചിട്ടുള്ളത്. അപ്പം 4ാമത്തെ ഞാൻ ചെയ്ത് കഴിയുമ്പം ഇത്ര ലെങ്തായി. ഈ 5ാമത്തതും എനിക്കിങ്ങനെ ചെയ്യാം, പക്ഷേ 6ാമത്തതും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെങ്താവും. അപ്പം ഞാൻ എന്താ ചെയ്യുക, കൈ ഇങ്ങോട്ട് മാറ്റി പിടിക്കും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈ സ്റ്റിച്ചസ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയും ചെയ്യും, എനിക്ക് കുറച്ചും കൂടെ കൺട്രോളും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ബിഗിനേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്, ഈ ഇത് ഇങ്ങനെ ഊരിപ്പോവാണ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ 1 2 3 4 5 6 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 7 8 9 10 ദാ കണ്ടോളൂ, നമ്മളിപ്പോൾ 10 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായല്ലോ, വി 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 ഇങ്ങനത്തെ ഈ വി ഷേപ്പിലാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ചസ് ഇരിക്കുന്നത്. അപ്പം ഈ ഹുക്കിലുള്ള ഈ ലൂപ്പിനെ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല, കാരണം അതെൻ്റെ വർക്കിംഗ് ലൂപ്പാണല്ലോ, അതിനെ ഞാൻ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹുക്ക് തൊട്ട് ഹുക്കിൻ്റെ ലൂപ്പിൻ്റെ ഇപ്പുറത്ത് തൊട്ടുള്ള എല്ലാമാണ് എൻ്റെ ചെയിൻ സ്റ്റിച്ചസ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടുന്ന് 1 2 3 കൗണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഹുക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പം ഓരോ വിയുമാണ് നമ്മൾ എണ്ണേണ്ടത്. അതായത് ഫസ്റ്റ് വി, സെക്കൻഡ് 3 4 5 6 7 8 9 10. ഓക്കെ, ഈ വി ഷേപ്സ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഈ വി ഷേപ്സിന് വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കാനുണ്ട്. എന്താ, ഇത് ഒരു ലൂപ്പ്, ഇത് ഒരു ലൂപ്പ്, അതേപോലെ തന്നെ ഇവിടെ ഒരു ബാക്ക് ലൂപ്പ് അതല്ലെങ്കിൽ ഒരു ബാക്ക് ബമ്പ് കൂടെ ചെയിൻ സ്റ്റിച്ചിനുണ്ട്. ഈ 3 സാധനങ്ങളും കൂടെ അല്ലെങ്കിൽ ഈ 3 ലൂപ്സും കൂടെ ചേർന്നതാണ് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. കാരണം ഇനി വരുന്ന സ്റ്റിച്ചസിൽ നമ്മൾ ചില സ്റ്റിച്ച് ഫ്രണ്ട് ലൂപ്പ് ചെയ്യും, ചില സ്റ്റിച്ച് ബാക്ക് ലൂപ്പ് ചെയ്യും, ചിലത് രണ്ടും കൂടെ ചെയ്യും. അപ്പം നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പം ഇങ്ങനെ അതിനൊരു ഷേപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയിൻ സ്റ്റിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ എന്നാണ് വിളിക്കുന്നത്. അതായത് എല്ലാ സ്റ്റിച്ചസും നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഫൗണ്ടേഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ക്രോഷയിൽ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കുക.
ഓക്കെ, ഒരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കൈ വീണ്ടും ഈ ഹുക്കിനടുത്തുള്ള ലൂപ്പിലേക്ക് മാറ്റുക. എന്നിട്ട് വീണ്ടും 3-4 സ്റ്റിച്ചസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതിനടുത്തേക്ക് പിടിക്കുക. എന്നിട്ട് അഗെയിൻ 1 2 3 4. ഓക്കെ, ഞാൻ വീണ്ടും അടുത്തേക്ക് പിടിച്ചു. നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കയ്യിൽ കൂടെ, എൻ്റെ വിരലിൽ കൂടെ ഇങ്ങനെ യാൺ ഊർന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് യാൺ ബോളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നൂല് വലിച്ചെടുക്കേണ്ട അവസ്ഥയില്ലാത്തത്. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു പോകാൻ ഈസിയാണ്. അതേ കാണിച്ചു തരാം, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. 1 2 3 4. അപ്പോൾ എൻ്റെ ഇവിടുത്തെ യാണിൻ്റെ ഡിസ്റ്റൻസ് തീർന്നല്ലോ. അപ്പം ഞാനിങ്ങനെ വലിക്കുകയാണ്. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുവാണ്. വീണ്ടും കൈ അകത്തുമ്പോൾ ഇത് ലൂസായിട്ട് വരും. ഞാൻ യാൺ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ക്രോഷ്യ ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സ്പീഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് കണ്ട ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എല്ലാവരും സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. നമ്മൾ ഇനി ബാക്കിയുള്ള സ്റ്റിച്ചസ് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചസും നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫൗണ്ടേഷൻ ചെയിൻ എന്ന് വിളിക്കുന്നത്. നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് നോട്ടല്ല, സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് നോട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഒരു സ്റ്റിച്ചാണ്. അതായത് പൊതുവേ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു എൻഡിങ്ങിലോ അതല്ലെങ്കിൽ റൗണ്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് ജോയിൻ ചെയ്യാൻ, അതല്ലെങ്കിൽ ബോർഡേഴ്സിൽ നമുക്ക് ഹൈറ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്, നീറ്റർ ഫിനിഷസിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ കുറച്ച് ചെയിൻസ് ഇട്ടിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ 10 ചെയിൻസിലും സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഇത് സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യത്തില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച് ഫ്രം ദ ഹുക്ക്. ഫസ്റ്റ് സ്റ്റിച്ചിനെ നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ച് തൊട്ട് ഇതിനകത്തേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 1 2 ലൂപ്സിനകത്ത് ഈ ഫസ്റ്റ് ലൂപ്പിൽ നിന്നാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടെ നീറ്റർ ഫിനിഷ് വേണം എന്നുണ്ടെങ്കിൽ ഈ ബാക്കിലെ ബമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. അത് കുറച്ചും കൂടെ ഒരു നീറ്റർ ലുക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലൂപ്പ് മാത്രം ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ രണ്ടും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇൻസേർട്ട് ചെയ്യുന്നു ഹുക്കിനെ, എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഇതിനെ ഈ സ്റ്റിച്ചിൽ കൂടെ ഊരിയെടുക്കുക. ഇപ്പം ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്. ഈ ഊരിയെടുത്ത ലൂപ്പ് ഞാനിനി ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ ഊരിയെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഒരു ഫുൾ സ്റ്റോപ്പൊക്കെ ഇടുന്നത് പോലെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് ഞാൻ പറയാറുള്ളത്. അതായത് നമ്മൾ ഈ ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുന്ന ലൂപ്പിനെ ഊരിയെടുക്കുകയാണ് ബേസിക്കലി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നത് എടുക്കുന്ന ലൂപ്പിനെ ഹുക്കിലെ ലൂപ്പിൽ കൂടെ ഊരിയെടുക്കുക. കണ്ടോ, ഇപ്പം ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാലും വലിയ ഹൈറ്റ് ഇല്ലാണ്ടാണ്. അതായത് ഈ ചെയിൻ്റെ മുകളിൽ കൂടെ വേറൊരു ചെയിൻ വന്നു എന്നുള്ള ഒരു എഫക്റ്റിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു തിക്നെസ് ആയെങ്കിലും ലെങ്ത് ഇല്ല. അതായത് സ്റ്റിച്ച് വലിയ സ്റ്റിച്ചല്ല. സ്ലിപ്പ് സ്റ്റിച്ചിൽ ലെങ്ത്ത് ഇല്ല. ഫ്ലാറ്ററായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുക. ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോ ഫുള്ള് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഫൗണ്ടേഷൻ ചെയിൻ എപ്പോഴും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പാടാണ്.
അപ്പോൾ എപ്പോഴും നമ്മുടെ വിരലുകൾ ആ ചെയിനിൻ്റെ അടുത്ത് തന്നെ പിടിക്കുക. അപ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, 2 ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതാ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഈ ചെയിനിൻ്റെ മുകളിൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ കയ്യിലൊരു 4-5 ചെയിൻസ് ഉണ്ടെന്ന് വെച്ചോ. 1 2 3 4 ചെയിൻസ് ഉണ്ട്. എനിക്ക് മാജിക് സർക്കിൾ ഇല്ലാണ്ട് ഒരു റിങ് അതല്ലെങ്കിൽ ഒരു സർക്കിൾ പ്രൊജക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 4 ചെയിൻസ് ഇട്ടിട്ട് ഫസ്റ്റ് ചെയിനിലേക്ക് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, എന്നിട്ട് ഇതിലേക്കൂടെയും ഊരിയെടുക്കുന്നു. കണ്ടോ, എനിക്കൊരു റിങ് കിട്ടി. മാജിക് സർക്കിൾ ചെയ്യാണ്ട് തന്നെ എനിക്കൊരു റിങ് കിട്ടി. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ യൂസസ് എന്ന് പറയുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ പാറ്റേൺസിൽ നോട്ട് ചെയ്യുന്നത് SLST. ST എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച്, SL സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെയാണ് നമ്മൾ പാറ്റേൺസിൽ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ എന്ന് പറയും. സിംഗിൾ ക്രോഷ്യ SC എന്നാണ് പാറ്റേൺസിൽ നമ്മൾ എഴുതുക ഷോർട്ടായിട്ട്. സിംഗിൾ ക്രോഷ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെയ്തു പോവുക. ഓക്കെ, സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 10 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. എത്ര ചെയിൻസ് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ നമ്മൾ ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ലായിരിക്കും ബിഗിനേഴ്സിന്. നമ്മളൊരു പാറ്റേൺ ചെയ്ത് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഈ ഇരിക്കുന്ന സ്ട്രോബെറി, അതിനകത്ത് സിംഗിൾ ക്രോഷ്യ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രൊജക്ട്സിൽ ഒരു സ്റ്റിച്ചസ് മാത്രമേ വരത്തുള്ളൂ. ചില പ്രൊജക്ട്സിൽ ഒരു ലൈൻ സിംഗിൾ ക്രോഷ്യ, മറ്റേ ലൈൻ ഡബിൾ ക്രോഷ്യ, അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ചെയിനിൻ്റെ മുകളിൽ തന്നെയല്ല സിംഗിൾ ക്രോഷ്യ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം ഇനി അടുത്ത എൻ്റെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ എനിക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചിരുന്നു, അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സിംഗിൾ ക്രോഷ്യയുടെ കാര്യം പറയുമ്പം സിംഗിൾ ക്രോഷ്യയ്ക്ക് ഒരു ചെയിനിൻ്റെ ഹൈറ്റാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടെയുള്ള ഫസ്റ്റ് ചെയിനിനെ സ്കിപ്പ് ചെയ്യുന്നത്. അത് ഈ സൈഡിൽ ഹൈറ്റായിട്ടാണ്, അല്ലെങ്കിൽ ടേണിങ് ചെയിൻ എന്ന് നമ്മൾ പറയും. ഓരോ റോ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ ഹൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലീവ് ചെയ്യുന്ന ചെയിൻസാണ് ടേണിങ് ചെയിൻ. അതായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യില്ല. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി മുന്നോട്ട് വരുന്ന എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ ടേണിങ് ചെയിൻസും സ്റ്റിച്ചിൻ്റെ ഹൈറ്റും മെൻഷൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ചെയിനിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രണ്ട് ലൂപ്പുണ്ട്, ബാക്ക് ലൂപ്പുണ്ട്, ബാക്കിലൊരു ബമ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഈ 2 ഇതിനകത്തൂടെയും ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ 2 ലൂപ്സ് നിങ്ങളുടെ ഹുക്കിൽ കയറും. അതായത് 1 2 ഈ ബാക്കിലെ ബമ്പും കൂടെ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഈ ബാക്ക് ലൂപ്പ് മാത്രം ചെയ്യുക. ഇത് ഫസ്റ്റ് ഫൗണ്ടേഷൻ ചെയിനിൽ ചെയ്യുമ്പോൾ മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ 2 ലൂപ്പിൻ്റെയും അടിയിൽ കൂടെയാണ്, അതായത് ഇങ്ങനെ ഈ ഒരു വി ഷേപ്പ് ഉണ്ടെങ്കിൽ ഈ വി ഷേപ്പിൻ്റെ 2 ലൂപ്പ്, വിയുടെ ഒരു സൈഡ് മറ്റേ സൈഡ്, ആ 2 ലൂപ്പിലും കൂടെ ചേർത്തിട്ടാണ് മുന്നോട്ട് പോകുന്ന റോസിലെല്ലാം ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ചെയിനിൽ മാത്രം ചെയ്യുമ്പോഴേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. ഈ ബാക്ക് ബമ്പിൽ ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു.
ഓക്കെ, ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തിട്ട് അത് ഈ സ്റ്റിച്ചിൽ കൂടെ ഊരിയെടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? സ്റ്റിച്ചിൽ കൂടെ ഊരിയെടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഹുക്കിലിപ്പോൾ 2 ലൂപ്സ് ഉണ്ട്. ഈ 2 ലൂപ്സിൽ കൂടെയും ഞാനിങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഈ ലൂപ്പിനെ ഊരിയെടുക്കും. അതാണ് സിംഗിൾ ക്രോഷ്യ. ഇപ്പോഴത്തെ നിങ്ങൾ നോക്കിക്കേ, ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലൊരു 1 ചെയിനിൻ്റെ ഹൈറ്റിലൊരു സ്റ്റിച്ച് ഫോമായി. ആ സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേ നെക്സ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് വിയുടെ ഈ ഫസ്റ്റ് ലൂപ്പ് പിന്നെ ബാക്ക് ലൂപ്പ് ഇത് രണ്ടും ചേർത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പിനെ ഇങ്ങനെ സ്റ്റിച്ചിനകത്തൂടെ ഊരി പുള്ളി ചെയ്തെടുത്ത് കഴിയുമ്പം എൻ്റെ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്, കണ്ടല്ലോ 2 ലൂപ്സ്. ഇനി എഗെയിൻ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൽ കൂടെയും ഊരിയെടുക്കുന്നു. അതാണ് സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ഈ റോയിലെ ഫുള്ള് ചെയിൻസിലും, അതായത് ഇപ്പോൾ 10 ചെയിൻസ് ഞാൻ ഇട്ടെങ്കിൽ 10 ചെയിനിലും ഇതേപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ചെയിനിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ചെയിനിനടുത്ത് കൈ പിടിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺട്രോൾ കിട്ടും. എന്നിട്ടിങ്ങനെ ഊരിയെടുക്കുക. ഓക്കെ, അതെ എൻ്റെ വിരലുകൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ കൂടുതൽ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അതിന് അടുത്തേക്ക്, ആ സ്റ്റിച്ചിനടുത്തേക്കായിട്ട് പിടിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ റോയുടെ എൻഡിൽ ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാം. നിങ്ങളും വീഡിയോ പോസ് ചെയ്തിട്ട് ഫുൾ റോ ഫിനിഷ് ചെയ്യുക, എന്നിട്ട് നോക്കുക. ഇതാ ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റോ, കണ്ടോ? ഇപ്പോൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ചെയിൻസിലും ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ 9 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ലൂപ്പ് നമ്മൾ, അതായത് ഹുക്കിലുള്ള ഈ ലൂപ്പ് നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഹുക്ക് ഊരി ജസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി ലൂസാക്കിയിട്ട് ഈ ലൂപ്പിനെ വലുതാക്കിയിട്ട് ഊരുക. അതല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ സ്റ്റിച്ചെല്ലാം അണ്ടുമായി പോകും. എത്ര സിംഗിൾ ക്രോഷ്യ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഓരോ സ്റ്റിച്ചിൻ്റെ മുകളിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെതുപോലെ ഒരു വി ഫോം ആയിട്ടുണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 സിംഗിൾ ക്രോഷ്യേഴ്സ് നമുക്ക് ഫോം ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊരു പാറ്റേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചെയിൻസ് ലെങ്ത്തിനനുസരിച്ച് ചെയിൻ ഇടുക, ചെയിനിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ചെയിൻ ആഡ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സിംഗിൾ ക്രോഷ്യ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ചെയിൻ സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ആ ചെയിൻ ഇവിടെ സൈഡിലുണ്ട്, അത് ഹൈറ്റായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ടേണിങ് ചെയിൻ എന്ന് പറയും, അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ 9 സിംഗിൾ ക്രോഷ്യേ ഉള്ളൂ. എല്ലാവർക്കും സിംഗിൾ ക്രോഷ്യ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സെക്കൻഡ് റോ നമുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങളിവിടെ 9 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞല്ലോ. ഇനി ഇത് ഇങ്ങോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിനി വർക്കിനെ തിരിച്ചിട്ടാണ് നമ്മളിനി ഇൻസേർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് റോ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യണമെങ്കിൽ സിംഗിൾ ക്രോഷ്യയുടെ ഹൈറ്റ് 1 ചെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1 ചെയിൻ ഇടുക. ഓക്കെ, അത് ടേണിങ് ചെയിനാണ്, സ്റ്റിച്ചല്ല. അപ്പോൾ നമ്മളിതിനെ ടേൺ ചെയ്യുന്നു. എന്നിട്ട് എഗെയിൻ നമ്മൾ ഈ റോ ഫുള്ള് 9 സിംഗിൾ ക്രോഷ്യസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച്. നിങ്ങൾക്ക് വി ഷേപ്സ് കാണാമല്ലോ, അതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ 2 ലൂപ്പിൻ്റെ അടിയിൽ കൂടെ വേണം ഇൻസേർട്ട് ചെയ്യാൻ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ വി ഷേപ്പ് കണ്ടോ? ഈ വി ഷേപ്പിൻ്റെ അടിയിൽ കൂടെ വേണം ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാൻ. അതായത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. 1 സെക്കൻഡ് കാണിച്ചു തരാം. ഇതാ ഈ വി ഷേപ്പിൻ്റെ അടിയിൽ 2 ലൂപ്പും കൂടെ ചേർത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. യാൺ ഓവർ ചെയ്ത് ലൂപ്പ് പുൾ ചെയ്തെടുക്കുന്നു. യാൺ ഓവർ, പുൾ ത്രൂ ബോത്ത് ദ ലൂപ്സ്. ദാ സിംഗിൾ ക്രോഷ്യ ഫോമായി. ഇനി അടുത്ത സ്റ്റിച്ചിലും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു.
ഇങ്ങനെ ഈ റോ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പം സെക്കൻഡ് റോയും ഫിനിഷായി. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഉള്ള സിംഗിൾ ക്രോഷ്യ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. മനസ്സിലായോ? ഇങ്ങനൊരു പീസ് നിങ്ങൾക്ക് അന്നേരം അറ്റ് ദി എൻഡ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് 9 സിംഗിൾ ക്രോഷ്യയുടെ വിഡ്ത്താണ് ഈ പീസിന് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയിൻ ഫൗണ്ടേഷൻ ചെയിൻ കൂടുതലിട്ടാൽ മതി. ലാസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ലാസ്റ്റ് സ്റ്റിച്ച്. ലാസ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. എഗെയിൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ചെയിൻ 1 ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് എഗെയിൻ ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇപ്പോൾ ഇതേ 2 റോ ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 10 ഫൗണ്ടേഷൻ ചെയിൻ ഇട്ടിട്ട്, എന്നിട്ട് ഇവിടുന്ന് സിംഗിൾ ക്രോഷ്യ 1 2 3 4 9 വരെ ചെയ്തു. ടേണിങ് ചെയിൻ ഒരു ചെയിൻ ചെയ്തു, ടേൺ ചെയ്തു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫിനിഷ് ചെയ്തു. ഇങ്ങനെ 2 റോ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 റോ ഫിനിഷ് ചെയ്ത് കഴിയുമ്പം കണ്ടോ, ഒരു ചെയിനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റിച്ച്. ഇത് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇത്രയാണ് 2 റോ സിംഗിൾ ക്രോഷ്യ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പീസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും എത്ര വിഡ്ത്തിൽ വേണമെങ്കിലും ചെയ്യാം. എത്ര ഫൗണ്ടേഷൻ ചെയ്യുന്നിടുന്നു അത്രയും വൈഡാകും. എത്ര റോസ് ചെയ്യുന്നു അത്ര ലെങ്ത്ത് അല്ലെങ്കിൽ അത്ര ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് പാർട്ട് ഞാനവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആകും. അടുത്ത 3 സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ആണ്. അത്രയും കൂടി നമുക്കിനി പഠിക്കാനുള്ളൂ. ഇതെല്ലാം സ്റ്റിച്ചസും പഠിച്ച് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ സാമ്പിൾസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.